വസിക്കുന്നവൻ ദൈവത്തിലാണ് വസിക്കുന്നത്. ദൈവം അവനിലും വസിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നും ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുകയാണ് ചെയ്യുന്നത്. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുകയില്ല, സ്നേഹിക്കാൻ സാധിക്കുകയില്ല. ക്രിസ്തുവിൽ നിന്നും ഈ കൽപ്പന നമുക്ക് ലഭിച്ചിരിക്കുന്നു. ദൈവം സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കുന്നവനാകണം. പാപാവസ്ഥ. സ്നേഹം അനുഭവിച്ചറിയാൻ സാധിക്കാത്തതിൻ്റെ കാരണം നമ്മുടെ പാപ അവസ്ഥയാണ്. 1 യോഹന്നാനിൽ 5:19 ഇങ്ങനെ പറയുന്നുണ്ട്: നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കുന്നതും ഞാൻ ചെയ്തു എന്ന് അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിലുള്ള പാപാവസ്ഥയാണ്. പാപം ചെയ്യുന്നത് നമ്മൾ പാപത്തിലേക്ക് പോകുന്നത് നമ്മുടെ പാപ അവസ്ഥയിൽ നിന്നാണ്. നമ്മൾ പാപത്തിലേക്ക് പിന്നെയും പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ദൈവസ്നേഹം മനസ്സിലാക്കുകയും ദൈവത്തിൽ വസിക്കുകയും ചെയ്യുവാണെങ്കിൽ നമ്മൾ പാപത്തിൽ നിന്നും പിന്തിരികയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാപത്തോടു കൂടിയാണ് നമ്മൾ പിറന്നത്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നാം പാപിയാണ്. നിന്റെ അതികൃത്യങ്ങൾ നിന്നെയും ദൈവത്തിൻ്റെയും നമ്മൾ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്നും മറിച്ചിരിക്കുന്നു. അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ദൈവത്തെയും നമ്മുടെ പാപമാണ് ദൈവത്തിൽ നിന്നും നമ്മളെ അകറ്റിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്നേഹത്തോടെ നമ്മൾ ഓരോ പ്രവൃത്തികളും ചെയ്യുമ്പോൾ നമ്മളെ ദൈവം സ്നേഹിക്കുകയും നമ്മളെ ദൈവത്തിലേക്ക് അടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നമ്മുടെ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പേ ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ കുരിശിൽ മരിച്ച് ഉയർത്തി നമ്മുടെ പാപകടങ്ങൾ വീട്ടിൽ നമ്മെ രക്ഷിച്ചു കഴിഞ്ഞതാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാപങ്ങൾ മൂലമാണ് യേശു കുരിശിൽ തറയ്ക്കുകയും യേശുവിനെ അടിച്ചു വികൃതമാക്കി ഈശോനെ കുരിശിൽ തരച്ചുകൊണ്ട് അടക്കപ്പെടുകയും ചെയ്തത്. അതിനുശേഷം ഈശോ ഉയർത്തെഴുന്നേറ്റത് നമ്മൾക്ക് വേണ്ടിയാണ്. നമ്മുടെ ഓരോ മനുഷ്യരെയും യേശുയുടെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഈശോ ഇതെല്ലാം സഹിച്ച് ഈശോ കുരിശിൽ തറച്ചു മരിക്കപ്പെടുമ്പോഴൊക്കെ ജനിക്കാനിരിക്കുന്നവരുടെയും